പക്ഷികൾക്ക് തൂവൽ നല്ല അലങ്കാരമാണ്. അതേപോലെ മനുഷ്യൻ അവന്റെ വസ്ത്രം അലങ്കാരത്തിനും പ്രൗഢിക്കുമുള്ളതാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. നോക്കൂ, നിങ്ങൾ ഈ മജ്ലിസിൽ തന്നെ എത്ര കളറുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് മാഷാ അല്ലാഹ് സഹോദരങ്ങൾ വന്നിട്ടുള്ളത്. ഓരോരുത്തരെ നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ വലത്തോട്ടും ഇടത്തോട്ടും എത്ര കളറാണ്, ഇഷ്ടം പോലെ കളറുകൾ ഉണ്ടല്ലേ. വിവിധ നിറങ്ങളുള്ള വർണ്ണങ്ങൾ നിറഞ്ഞ വസ്ത്രവിധാനമാണ് അൽഹംദുലില്ലാഹ് നടത്തിയിട്ടുള്ളത്. അതൊക്കെ അനുവദനീയമാണ്. ഒന്നും വിശുദ്ധ ഇസ്ലാം അടച്ച് ആക്ഷേപിക്കുന്നില്ല. ചില കളറുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില കടുത്ത കളറുകൾ. അതൊന്നും ഇപ്പൊ നമ്മൾ ചർച്ചയിലേക്ക് വരുത്തുന്നില്ല. ഏതായിരുന്നാലും പെരുന്നാളിന്റെ സുദിനെങ്കിൽ നിങ്ങൾ നല്ല കളർ വസ്ത്രം ധരിച്ച് നിലകൊള്ളണേ. ഹബീബ് റസൂലുള്ളാഹി കളർ വസ്ത്രം ധരിക്കുന്നതിന് വിശുദ്ധ ഇസ്ലാം ഒരിക്കലും എതിരല്ല. പക്ഷെ ആ ധരിക്കുന്ന വസ്ത്രം എന്തായിരിക്കണം? നല്ല ഇസ്തിരിയിട്ട് അഥവാ അലക്കി തേച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രമായിരിക്കണം. ചുക്കിച്ചുളിഞ്ഞ വസ്ത്രമാകാൻ പാടില്ല, മുഷിഞ്ഞ വസ്ത്രമാകാൻ പാടില്ല. നല്ല വസ്ത്രം, ആളെ കണ്ടാൽ തന്നെ ഒരു പുതിയാപ്പിളയായിട്ട് തോന്നണം. എപ്പോഴും നല്ല ടിപ് ടോപ്പായിട്ട് നടക്കണം. മക്കളായിരുന്നാലും അങ്ങനെ തന്നെ, മൂക്കളെ കൊലിപ്പിച്ചിട്ട് നടക്കാൻ പാടില്ല, നല്ല വൃത്തിക്ക് നടക്കണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവൻ കൊള്ളാം എന്നുള്ള രീതിക്കാകണം. അത് പുരുഷന്മാരും അങ്ങനെ വേണം, സ്ത്രീകളും അങ്ങനെ വേണം. നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിൽ പെരുമാറ് ജോലി ചെയ്യുന്ന സന്ദർഭത്തിലുള്ളതല്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി വർക്ക്ഷോപ്പിലോ മറ്റുള്ളതാകുന്ന അവന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട വസ്ത്രവിധാനമല്ല ഈ പറയുന്നത്. അല്ലാതെ പൊതുജനത്തിന്റെ മുന്നിൽ വരുമ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയിൻ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിൽ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ആത്മീയമാകുന്ന അറിവുകൾ നുകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഇതാ കടന്നു വരുകയാണ്. നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അല്ലാഹു തങ്ങൾക്ക് രക്ഷ നൽകട്ടെ റസൂലേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ സലാം അടക്കുകയാണ്. ഫറദ്ദ അലൈഹി സലാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയിട്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് റസൂലുള്ളാഹി നോക്കുകയാണ്. ഇതാ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിസ്കരിക്കാൻ വന്നിട്ടുള്ളത്. ആദരവായ പ്രവാചകനോട് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, അലക്കമാലുൻ, നിനക്ക് സമ്പത്തില്ലയോ? നീ പണക്കാരനല്ലയോ? ഉടനെ ആ സ്വഹാബി നബി തങ്ങളോട് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, ശരിയാണ് റസൂലേ, ഞാൻ പണക്കാരനാണ് റസൂലേ. മിൻ കുല്ലിൽ മാലി യാ ഹബീബല്ലാഹ്, എല്ലാ നിലയ്ക്കും ഞാൻ ധനികനാണ്. മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി, ആടുമാട് ഒട്ടകങ്ങൾ എനിക്കുണ്ട്, ഈന്തപ്പന തോട്ടങ്ങൾ എനിക്കുണ്ട്. ഒരുപക്ഷേ ഈ മദീനയിലെ പണക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിട്ടായിരിക്കാം എന്നെ എത്തിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഗിർവാണം പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകനാ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, വലിയ ധനികനായിട്ട് പോലും മുഷിഞ്ഞ വസ്ത്രം ഇട്ടുകൊണ്ട് അള്ളാഹിന്റെ പള്ളിയിൽ വന്ന മനുഷ്യനെ റസൂലുള്ളാഹി തിരുത്തുകയാണ്. പെരുമാതരം ആടമ്പുഴയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാകുന്ന സഹോദരങ്ങൾ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അയറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, തന്റെ അടിമയ്ക്ക് അല്ലാഹു നൽകുന്ന സമ്പാദ്യത്തിന്റെ അനുഗ്രഹം അവന്റെ വസ്ത്രവിധാനത്തിലൂടെ കാണുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സാബ, ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നീ കടന്നു വരരുതേ. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. 1400 വർഷം മുമ്പ് പടുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരൽ നിർബന്ധമാണ്. കല്യാണത്തിന് പോകുമ്പോൾ മാത്രമല്ല, അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോഴും നല്ല വൃത്തിയുള്ള ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കണേ. വിശുദ്ധ ഖുർആൻ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ നിലകൊള്ളുമ്പോ അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധത്തോടുകൂടി മാന്യമായ വസ്ത്രവിധാനം നടത്തണേ എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ഇപ്പൊ തന്നെ വീട്ടിലെത്തിയിട്ട് സ്ത്രീകളുടെ ആ നിസ്കാരക്കുപ്പായം ഒന്ന് നോക്കുക. മണത്തിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കൂല, അത്ര നല്ല റാഹത്താണ്. റമളാൻ ആകുമ്പോൾ ഒന്ന് തിരുമ്പലുണ്ട്, കഴുകലുണ്ട്, ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് കഴുകിയേക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
82 ഉംറയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നൊരു മുസല്ലയാണ്. പിന്നെ അല്ല അതിങ്ങനെ ഇട്ട് നിസ്കരിക്കുക. അതിനകത്തില്ലാത്ത അഴുക്കില്ല, എല്ലാ സംഭവങ്ങളും അതുണ്ട്. അതിനകത്ത് പൊതിഞ്ഞു വെച്ച വേറൊരു സാധനമുണ്ട്, നിസ്കാര കുപ്പായം. അത് കരിമ്പനടിച്ച് കറുത്ത പുള്ളി ഇങ്ങനെ വീണിട്ട് ഉജാല എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവാണ്. ഉജാല മുക്കി 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 ഇങ്ങനെ കൊണ്ടുകിടക്കുക, ചുക്കി ചുളിഞ്ഞിട്ട്. ശരിയല്ലേടാ? അതുകൊണ്ടാണ് ചില ഉമ്മമാരെന്ത് ചെയ്യുന്നത്, സുജൂതി കിടന്നിട്ട് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? മുസല്ലയിൽ കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടില്ലേ? ഉണ്ടെന്ന് കണ്ടോ, എൻ്റെ വീട്ടിലുണ്ട്. അതാ അവസ്ഥ. അതെന്താ കാര്യം എന്നറിയാം? മണമടിച്ചിട്ടാ ഒറ്റ ഉറക്കം, പിന്നെ എഴുന്നേക്കുന്നില്ല. അടുത്ത വക്കത്താകുമ്പോൾ എഴുന്നേക്കുള്ളൂ. ഒന്ന് കഴുകിയേക്കണതൊക്കെ. റമളാൻ വരുമ്പോൾ അതിന്റെ മുന്നൊരുക്കം, വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മക്കളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ശനി ഞായറും വാ എന്ന് എല്ലാവരും വിളിച്ച് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. നമ്മുടെ ഹൃദയവും ശരീരവും വൃത്തിയാക്കണം. അതിനൊപ്പം തന്നെ വീടും പരിസരമൊക്കെ റമളാനാകുമ്പോൾ ഒന്ന് ഒരുങ്ങണം. പണ്ട് മൂലം അങ്ങനെയാണ്. പാത്രമൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകി ഒന്ന് ക്ലിയർ ആയിട്ട് ഇറങ്ങാൻ. വീടൊക്കെ നല്ല തൂത്ത് തുടച്ച് വൃത്തിയായി റാഹത്തായി. അതോടൊപ്പം തന്നെ നിസ്കാരം മുസല്ലയും മക്കനെയും ഒക്കെ ഒന്ന് കഴുകിയിട്ട് റാഹത്തായിട്ടൊന്ന് ഒരുങ്ങി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിലകൊള്ളുമ്പോ നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല പ്രൗഢിയോടുകൂടി നിലകൊള്ളണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. ഈ ദുനിയാവിൽ നിന്ന് 3 വസ്തുക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളത് സഹാബ. ഒന്നാമത്തത് റസൂലുള്ളാഹി പറയുകയാണ്, അത്വീബു, സുഗന്ധമാണ്, സുഗന്ധമാണ്. ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുള്ളതിൽ ആദരവായ പ്രവാചകൻ 3 വസ്തുക്കളെയാണ് ഏറ്റവും പ്രിയമുള്ളതായി എണ്ണിയിട്ടുള്ളത്. ആദ്യമായി പ്രവാചകൻ എണ്ണുകയാണ്, അത്വീബു, സുഗന്ധമാണ്, സുഗന്ധമാണ്. പഠിച്ചു വെക്കണേ പെരുമാതരയിലുള്ള സഹോദരിമാരെ, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരെ, നമുക്ക് അത്തറിനോട് താല്പര്യമുണ്ടാവണേ. നമുക്കല്ല അത്തറ് തേക്കുന്നതിനോട് ഇഷ്ടം ഉണ്ടാവണം. സുഗന്ധം. വാലിന്റെ സദസ്സിൽ എവിടെയെങ്കിലും അച്ചറ് കച്ചവടക്കാരുണ്ടെങ്കിൽ വിരലും ഉണ്ടെങ്കിൽ വെച്ചു കൊടുക്കാണ്. തൂത്തെ തല ഇപ്പുറത്തോട്ട് ഇട്ടേക്കുക, കാരണം വാങ്ങേണ്ടി വരും. ഒരേ വിരൽ മാറ്റി മാറ്റി വെച്ചിട്ട് തൂത്ത് റാഹത്തായിട്ട് തൂത്തോണ്ട് പോകുന്നതല്ലാതെ ഒരു കുപ്പി ഇന്നുവരെ വാങ്ങിച്ചിട്ടുണ്ടോ? കച്ചവടക്കാരൻ വലിയ പ്രതീക്ഷയിൽ കൊണ്ടിട്ടതാണ്. ആരെങ്കിലും ഹൈവന്മാർ വാങ്ങുമെന്ന് കരുതി. ഇലായോമൽ ഖിയാമ ഒറ്റ കുപ്പി അലവാവൂല. ഫസ്റ്റ് ടീമിൻ്റെ അടുത്താണ് കൊണ്ടിട്ടത്. ഈ പരിപാടിയാ, വിരൽ മാത്രം ഇങ്ങനെ കാണിച്ച് തൂത്തോണ്ട് പോകും. പിന്നെ അടുത്ത ദിവസം പിറ്റേ ദിവസം വന്ന് തൂത്തോണ്ട് പോകും. ഒരു 100 രൂപ എടുത്തിട്ട് ചെറിയൊരു കുപ്പി അത്രയെങ്കിലും വാങ്ങിച്ച് തൂക്കുന്നൊരു ശീലം. ആൽക്കഹോൾ ഇല്ലാത്ത സ്പ്രേ, അതൊക്കെ നല്ലപോലെ ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദാമ്പത്യ ജീവിതത്തിലാകുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ മാടമ്പിള മഹല്ലിൽ മാത്രമല്ല, എത്രയോ കേരളക്കരയിലേതാകുന്ന സമുന്നതരാകുന്ന ഉലമാക്കൾ നേതൃത്വം കൊടുക്കുന്ന മഹല്ലുകളിൽ കെട്ടിക്കിടക്കുന്നതാകുന്ന കേസുകളിലെ 70% പ്രശ്നങ്ങൾ എന്താ പ്രശ്നം? സ്ത്രീകൾ ഖുൽ ആവശ്യപ്പെടുന്നു, എനിക്ക് ഭർത്താവിന് വേണ്ട എന്ന് പറയുന്നു. ഭർത്താവ് പെണ്ണിനെ തലാക്ക് ചെല്ലുന്നു. എന്താ വിഷയം? ശാരീരിക ശുദ്ധിയില്ലായ്മയും വസ്ത്രത്തിന്റെ വിശുദ്ധിയില്ലായ്മയുമാണ്. 70% അത് തന്നെയാണ്. അവരെ വിളിച്ച് മാറ്റി നിർത്തി നോക്ക്. ഭർത്താവ് പല്ല് കഴിച്ച അന്ന് കല്യാണത്തിന്റെ അന്ന് രാവിലെ അങ്ങാണ്ട് വിശ്വാസം ചെയ്താ, പിന്നെ അല്ല കിറുങ്ങി അടക്കുക, കഞ്ചാവൊക്കെ അടിച്ചിട്ട് സ്റ്റേഡിയം കൂടെ പാട്ടും പാടി, പല്ല് മുഴുവൻ കറവുകൊണ്ട് ആറാട്ട് മൊത്തം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ അങ്ങനെ ഭാര്യ അടുത്തോട്ട് വരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക, നാറ്റം കൊണ്ട് എടുക്കാൻ മേല. അവനവന്റെ പല്ലിൻ്റെതാകുന്ന കോലം എന്താണ്, അതിന്റെ രൂപം എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്? പല്ല് നല്ലതുപോലെ തേക്കണം. 5 നേരം പല്ല് തേക്കാൻ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കുമെന്ന് ഞാൻ ഭയന്നുപോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലെങ്കിൽ ഞാൻ ശക്തിമത്തായ സുന്നത്താണല്ലോ 5 നേരം പല്ല് തേക്കൽ. ഓരോ വക്കത്തിന്റെ പിറകിലും പല്ല് തേക്കുക, ഓരോ വക്കത്തിനും പല്ല് തേക്കുക. റസൂലുള്ളാഹി ചെയ്യുമായിരുന്നു. പകർച്ചയാകുന്ന ഓരോ സന്ദർഭങ്ങളും ചെയ്യുമായിരുന്നു. നമ്മളിന്ന് രാവിലെ ഒന്ന് ബ്രഷ് എടുത്ത് അത് തന്നെ വൃത്തിയായിട്ട് തേക്കലില്ല. ചെറിയ മക്കൾക്കൊക്കെ ബ്രഷ് പിടിച്ചിട്ട് അവൻ്റെ പല്ലിലിട്ട് നല്ല ഉരച്ച് ക്ലീനാക്കി കൊടുക്കണം ഉമ്മമാർ. പണ്ട് ഉമ്മക്കരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തേക്കുമായിരുന്നു. ഇപ്പോൾ ഉമ്മക്കരിയിലൊന്നുമില്ല, വലിയ ബ്രഷൊക്കെ ഉണ്ട് കാര്യമായിട്ട്. ബ്ലൂടൂത്തിൻ്റെ ബ്രഷാണ്. വായിക്കാത്തോണ്ട് വെക്കുമ്പോൾ തന്നെ ആയിരുന്നു കറങ്ങും, പക്ഷെ അള്ളാഹത്ത് തേക്കൂല. ഇതാണ് അവസ്ഥ. ഇപ്പം അങ്ങനത്തെ ബ്രഷ് ഇറങ്ങിയിട്ടുണ്ട്. വൈബ്രേഷൻ ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, തന്നെ ക്ലീനാക്കും. ഇല്ലേ? ശരിയല്ലേ? ഉണ്ട്. അവനതാ ഉപയോഗിക്കുന്നത്.
അങ്ങനെയാണ് ഇപ്പോഴത്തെ ബ്രഷുകളൊക്കെ. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊന്നും നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ശരീരത്തിന് ശുദ്ധിയില്ല. നമ്മുടെ കക്ഷം, നമ്മുടെ ഗുഹ്യം ഒക്കെ നമ്മൾ സൂക്ഷിക്കണ്ടേ. നഊദു ബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചതാണ്, പരിപൂർണമായി ശുദ്ധി വരണേ, ശുദ്ധി വരണേ. നിർബന്ധമാണത്. തീർന്നില്ല. സുഗന്ധം. നിങ്ങൾ അറബികളെ എടുത്ത് പരിശോധിക്കാൻ. അറബികൾ, ഒരറബി വന്ന അറബിയുടെ കൈ മുസാഫത്ത് ചെയ്താൽ മതി. പിന്നെ ഒരു 5 ദിവസം നമുക്കൊന്നും കുളിക്കണ്ട. ആ കോലത്തിൽ നല്ല മണം ഇങ്ങോട്ട് കിട്ടും. നമ്മുടെ വസ്ത്രത്തിൽ ഉൾപ്പെടെ അയാൾ മുസാഫത്ത് ചെയ്താന്ന് പറയും. വേറൊന്നുമില്ല. നല്ല അത്തറാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നത് 100 റിയാലാണെങ്കിൽ അതിലൊരു 70 ചെലവഴിക്കുന്ന എന്തിനാ? നല്ല സുഗന്ധങ്ങൾ വാങ്ങാൻ വേണ്ടി. നല്ല സുഗന്ധം പൂശും. നമ്മളിത് സുഗന്ധം എപ്പോഴാണ് പൂശുന്നത്? വല്ല കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ആര് കേൾക്കാൻ? അവിടെ ചെമ്പിൻ്റെ അവിടെ പോയിരുന്ന് ബിരിയാണി കഴിക്കുമ്പോൾ അതെല്ലാം പോയി. ആർക്കും ഇത് അടിച്ചിട്ടുമില്ലല്ലോ, മണമില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യയും ഭർത്താവും കിടപ്പറയിലേക്ക് കയറുമ്പോൾ നല്ല സുഗന്ധം പൂശിക്കൊണ്ട് കയറി. പിന്നെ നേരം വെളുത്താലും ഇറങ്ങിപ്പോവില്ല, അവിടെ തന്നെ ഇരിക്കും. നല്ല സുഗന്ധം പൂശണം. ദാമ്പത്യ ജീവിതത്തിലുള്ള വിള്ളലുണ്ടാകുന്ന കാരണം ഒന്നാമത്തത് അത് തന്നെയാണ്. ശാരീരിക ശുദ്ധിയില്ലായ്മ, വസ്ത്രത്തിന്റെ ശുദ്ധിയില്ലായ്മ. നല്ല വസ്ത്രം ധരിക്കണം. മീൻ മുറിച്ചതാകുന്ന കൈയും അതുപോലെ തന്നെ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് കിടപ്പറയിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഭർത്താവ് പുറകു വഴി ഇറങ്ങി ഒറ്റ ഓട്ടമാണ്. പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അയാൾ. 10 കൊല്ലമായി പോയിട്ട്. നമ്മളെ ഹത്തോ ഓതിയാലും ശരി, പുള്ളി തിരിച്ചു വരൂല. കാരണം എന്താ കാര്യം? വസ്ത്രവിധാനം ആ കോലത്തിലാണ്. നല്ല വസ്ത്രം ധരിക്കണം. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നല്ല റാഹത്തായിട്ട് അങ്ങോട്ട് കയറി നോക്കിയേ കിടപ്പറയിലേക്ക്. എന്ത് സന്തോഷമായിരിക്കും. അതുപോലെ കുളിക്കണം. ഡെയിലി കുളിക്കുക. അത് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വൈകിട്ട് ഒന്ന് ശരീരം ഒന്ന് മേലൊന്ന് കഴുകണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനിത് തമാശയായിട്ട് പറയല്ല. നമ്മൾ വാഴാകുമ്പോൾ ഇതെല്ലാം ഓപ്പണായിട്ട് പറയണം. ഇതൊന്നും സമൂഹത്തിൽ പല ആളുകളും ശ്രദ്ധിക്കില്ല. ചിലർ ശ്രദ്ധിക്കുന്നവരുണ്ടാകും. പക്ഷെ ബാക്കി ചിലർ ഇത് പരിപൂർണമായി ശ്രദ്ധ പതിപ്പിക്കാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയാണല്ലോ ഈ വാഴ്. അതുകൊണ്ട് ആ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ 3 വസ്തുക്കളിൽ ഒന്ന് സുഗന്ധമാണ്, സുഗന്ധമാണ്. രണ്ടാമതായി റസൂലുള്ള പറയുകയാണ് വന്നിസാഉ. രണ്ടാമത്തേത് എന്റെ ഭാര്യമാരോടാണ് എനിക്ക് വല്ലാത്ത പ്രിയമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യമാരെ എണ്ണുകയാണ്. ലോകത്ത് കോടാനുകൂടി വസ്തുക്കൾ ഉള്ളതിൽ റസൂലുള്ള രണ്ടാമതായിട്ട് എണ്ണുന്നത് എന്റെ ഭാര്യമാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹബീബ് റസൂലുള്ളാഹി. അത് വല്ലാത്തൊരു അധ്യാപനമാണത്. നമ്മൾ എണ്ണുമോ? ഇരിക്കുന്ന പുരുഷന്മാർ വിവാഹം കഴിഞ്ഞവരോട് ചോദിക്കും, നിങ്ങൾ ഈ കോടാനുകൂടി വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണാൻ പറഞ്ഞാൽ 3 എണ്ണത്തിൽ നിങ്ങളെ ഭാര്യ ഉൾപ്പെടുത്തുമോ? 3 എണ്ണമല്ല, 100 എണ്ണം എണ്ണിയാലും എന്റെ പൊന്നു വാപ്പ അതിനകത്ത് നമ്മുടെ പെണ്ണുങ്ങളെ വരണ്ട. 100 എണ്ണം എണ്ണിയാലും പെണ്ണുങ്ങളെ എണ്ണൂല. ആ അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ പോയി. അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ ശാക്തീകരിക്കണം. ദുനിയാവിൽ നമുക്ക് ഇണയാണ്, ആഖിറത്തിൽ നമുക്ക് ഇണയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയല്ലേ? ഹും അസ്വാദുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. പരിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അവരും അവരുടെ ഭാര്യമാരും മനോഹരമായ സ്വർണ്ണക്കട്ടിലിന്മേൽ ചാരി ഇരുന്നുകൊണ്ട് ആസ്വദിക്കുന്നവരാണ്. ഹും അസ്വാദുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടേതാകുന്ന ഇടകളും നാളെ മനോഹരമായ സ്വർണത്തിന്റെ കട്ടിലിന്മേൽ ചാരിയിരുന്നുകൊണ്ട് ആസ്വദിക്കുന്നവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ഇണകളെ വേണ്ടത്, നാളെ നമുക്ക് കിട്ടേണ്ടതാണ്. നാളെ സ്വർഗത്തിൽ അവരോടൊപ്പം കഴിയണമെന്നുള്ള ചിന്തയിൽ ഈ ദുനിയാവിൽ തന്നെ ജീവിതം ചിട്ടപ്പെടുത്തണേ. നീ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ നിന്റെ ഭാര്യ വിളിച്ചുണർത്തിയിട്ട് നിസ്കാരത്തിന് വേണ്ടി നിലകൊള്ളിക്കണേ, നിലകൊള്ളിക്കണേ. 5 വഖത്തിൽ ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് അവരോട് നിസ്കരിക്കാനുള്ള നിർദ്ദേശം നൽകണേ. ളുഹയുടെ സമയമാകുമ്പോൾ പ്രത്യേകം ഒന്ന് ഗൗരവമായി പറയണേ. സുന്നത്താക്കപ്പെട്ട നോമ്പുകൾ കഴിവതും അവളെ കൊണ്ട് പിടിപ്പിക്കാനുള്ള അവസരങ്ങൾ നീ സൃഷ്ടിക്കണേ. പരിശുദ്ധമാകുന്ന റമദാനിൽ നോമ്പ് ഒഴിച്ചുകൂടാതെ അത് പരിപൂർണമായി പിടിക്കത്തക്ക വിധത്തിലുള്ള അവസരങ്ങൾ നീ അവൾക്ക് സംജാതമാക്കി കൊടുക്കണേ. ഇങ്ങനെ നീ അവളെയും കൂടി ചേർത്ത് നിർത്തണം. എന്തിനാണ്? എനിക്ക് നാളെ എന്നോടൊപ്പം സ്വർഗ
സ്വർഗത്തിൽ കെട്ടേണ്ടവളാണ് ഇവളെന്നുള്ള ചിന്ത ഓരോ കല്യാണം കഴിഞ്ഞ പുരുഷന്മാർക്കും ഉണ്ടാവൽ അനിവാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിലുള്ള സകല വസ്തുക്കളിൽ നിന്ന് 3 വസ്തുക്കളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളായി എണ്ണിയപ്പോ ആദരവായ പ്രവാചകനെ രണ്ടാമതായി പറയുകയാണ് വന്നിസാ, എന്റെ ഭാര്യമാരാണ് സ്വഹാബ, എനിക്ക് അവരോട് വല്ലാത്ത പ്രിയമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി ആ പ്രവാചകരുടെ ജനാസ കൊണ്ടുപോയി പരിശുദ്ധമാക്കപ്പെട്ടതായ ആയിഷയുടെ വീടിന്റെ അകത്തളങ്ങൾ ഖബറടക്കിയിട്ട് സ്വഹാബത്ത് നേരെ തിരിച്ചു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, കൈഫ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഹ്ലിഹി. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? നിങ്ങളോടൊപ്പം എങ്ങനെയായിരുന്നു? പ്രവാചകന് കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ പ്രിയപ്പെട്ട ഉമ്മ? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട അനുയായ വൃന്ദത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ലോകൈക ഗുരുവിന്റെ അനുയായികളോട് പറയുകയാണ്, കാന യകൂനു ഫീ മഹനതി അഹ്ലിഹി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നിലകൊള്ളും. വൈദാ സമിയൽ അദാൻ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലി മുഴങ്ങിക്കഴിഞ്ഞാൽ ഖറജ ഇലൽ മുസല്ലാ, വീട്ടുജോലികൾ മതിയാക്കിക്കൊണ്ട് റസൂലുള്ള നേരെ പള്ളിയിലേക്ക് പോകുമായിരുന്നു. നോക്കണേ, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പെരുമാതുറയിലുള്ള വിവാഹം കഴിഞ്ഞിട്ടുള്ള ഓരോ ചെറുപ്പക്കാരും പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഏതെങ്കിലും ബീച്ച് റോഡുകളിലോ ഏതെങ്കിലും ബീച്ച് ചാപ്പുകളിലോ ഏതെങ്കിലും കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് ഏതെങ്കിലും കള്ളും കഞ്ചാവുമായിട്ട് നിലകൊള്ളുന്ന തരത്തിലേക്ക് പോകാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഏത് രീതിയിലാണെന്ന് പഠിക്കണേ. റസൂലുള്ള വീട്ടിലേക്ക് കടന്നു വരുകയാണ്, തന്റെ കുടുംബത്തോടൊപ്പം നിലകൊള്ളുകയാണ്. ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് നേരെ പള്ളിയിലേക്ക് പോയാണ്. ഇന്ന് നമ്മുടെ ജീവിതശൈലി അതാണോ? 3 തെങ്ങ് കൂടുന്ന സമയത്ത് കൂട്ടുകാരും ഒന്നിച്ച് ചേരിഞ്ഞിരുന്നുകൊണ്ട് കള്ളുകുടിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ നവതലമുറ മാറിയില്ലേ? മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ അവയവങ്ങളും കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാര് മാറ്റപ്പെട്ടില്ലേ? ആദരവായ പ്രവാചകന്റെ ജീവിതം നമ്മൾ ഇനി എന്നാണ് കൈക്കൊള്ളുക? വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ഇനി വളരെ കുറഞ്ഞതാകുന്ന ദിവസങ്ങൾ മാത്രമാണ്, മണിക്കൂറുകൾ മാത്രമാണ്. ആ റമളാനിന് മുമ്പെയുള്ള മുന്നൊരുക്കം ഏത് രീതിയിലാണ് സഹോദരാ നീ നടത്തിയിട്ടുള്ളത്? മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടക്കില്ലേ? മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ മരീമസപ്പെടുത്തുന്ന ചെറുപ്പക്കാരില്ലേ? തന്റെ കാമുകിയുമായി രഹസ്യമായി ഭാഷണം ചെയ്തുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ രാപ്പകലുകൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ? തന്റെ കാമുകന്റെ കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിൽക്കുന്ന 18ന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാരില്ലേ? ജീവിക്കണ്ടേ പൊന്നുമോളെ? നിസ്കാരം എവിടെയാണ്? 5 വഖത്ത് നമസ്കാരങ്ങൾ ശ്രദ്ധ വെക്കുന്നില്ലെന്ന് മാത്രമല്ല, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരവും സമർപ്പിച്ചതാകുന്ന തലത്തിലേക്ക് മുസ്ലിം സഹോദരിമാര് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആദരവായ പ്രവാചകന്റെ ജീവിതം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിളിച്ചു പറയുകയാണ്, എന്റെ ഭർത്താവ് ഏത് രീതിയിലെന്നറിയുമോ? ഒരു ഭർത്താവ് തന്റെ വീട്ടിൽ ഒരു പുരുഷൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ ജോലിയെല്ലാം ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലാണ് എപ്പോഴും. ബാങ്ക് മുഴങ്ങുമ്പോ പള്ളിയിൽ പോകും. നമ്മളെ നേരെ തിരിച്ചാൻ റോട്ടിലാണ് എപ്പോഴും. ബാങ്ക് മുഴങ്ങുമ്പോൾ നേരെ വീട്ടിലോട്ട് വരും. പെണ്ണുങ്ങളുടെ എല്ലാം ഉണ്ടോ കഴിക്കാനെന്ന് ചോദിച്ചാൽ അകത്തോണ്ട് വരിക. അതാണ് അവസ്ഥ. അതുവരെ റോട്ടിലുണ്ട്. ബാങ്ക് മുഴങ്ങുമ്പോഴത്തേക്ക് നേരെ പള്ളിയുടെ മുറ്റത്തു നിന്ന് പതുക്കെ ഹാജിയാർ വീട്ടിലോട്ട് വരികയാണ്. ഇതന്നെ വീട്ടിൽ വന്നിരിക്കുക. നിസ്കാരം എല്ലാം കഴിയുമ്പോൾ പുറത്തിറങ്ങി പിന്നെയും കവല വന്നിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നടക്കുന്നത്.
മാറ്റം വരണം അല്ലാഹുവേ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ആദരവായ പ്രവാചകൻ മൂന്നാമതായി എണ്ണുകയാണ്. മൂന്നാമതായി റസൂലുള്ള പറയുകയാണ്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഒന്ന് സുഗന്ധമാണ്, മറ്റൊന്ന് എന്റെ ഭാര്യമാരാണ്. മൂന്നാമത് റസൂലുള്ള പറയുകയാണ് അസ്സലാ വഖുറതു ഐനി ഫിസ്സലാ. നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ് ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തേതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിസ്കാരത്തിൽ കൺകുളിർമയാകുക മനസ്സിലാക്കണം. നഊദു ബില്ലാഹ്. നമ്മുടെ അവസ്ഥ എന്താ? ഇന്ന് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ കൈ ഉയർത്താൻ പറയുന്നില്ല, ചോദിച്ചാൽ എന്താകും നമ്മുടെ അവസ്ഥ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഇന്ന് പള്ളിയിൽ പോയവർ എത്ര പേർ? നമ്മൾ പോകാൻ നിയ്യത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ്? റമളാന്. അത് മഗ്‌രിബിന് പോകും. നല്ല പൊതിയുണ്ട്, റാഹത്തായിട്ട് അത് വാങ്ങി കഴിച്ചോണ്ടിങ്ങ് പോരുക, റാഹത്ത്. പിന്നെ നോമ്പോറയുള്ള പള്ളി ഏതൊക്കെയാണെന്നുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ചർച്ചയാണ്. ഇന്ന് എവിടെയാണ് ഉള്ളത്? മാടമ്പള്ളിയിലുണ്ടോ? പെരുമാതുറ ഇന്ന പള്ളിയിലുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മഗ്‌രിബിന് അവിടെ പോയി നിസ്കരിക്കാം. 5 കിലോമീറ്റർ യാത്ര ചെയ്താലും കുഴപ്പമില്ല. പൊതിയുള്ള പള്ളി തേടി യാത്ര പോവുക. അതിന് 2 ലിറ്റർ വെണ്ണ കൂടുതലായിട്ട് അടിച്ചാലും കുഴപ്പമില്ല, റാഹത്തായിട്ട് യാത്ര പോവുക. ഇതാണ് നമ്മുടെ അവസ്ഥ. തറാവീഹിന് അലന്തരം മുതൽ താഴോട്ട് പോകുന്ന ഉസ്താദുമാരിൽ തന്നെ ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഉസ്താദിനെ കുലുക്കി സർബത്ത് വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ പോയി കൂടുക, റാഹത്ത്. വേഗം തീർക്കണം ഉസ്താദെ, 20 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആദ്യം നോക്കുന്ന എപ്പോഴേ? തറാവീഹിൽ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എങ്ങോട്ടാണ്? നേരെ ക്ലോക്കിലേക്കാണ്. എത്ര മണിയായി ഉസ്താദേ? ഇന്ന് 1 മിനിറ്റ് കൂടിപ്പോയി ഉസ്താദെ, വല്ലാത്ത ചെയ്തായിപ്പോയി. നാളെ 1 മിനിറ്റ് കൂടിയാൽ മതി. ഉസ്താദിന് സ്ഥലമാറ്റം കിട്ടുകയാണ്. അപ്പോഴേ വേഗം പൊയ്ക്കോണം ഇവിടുന്ന്. നാളെ കറക്റ്റ് ഇത്ര മണിക്ക് നിർത്തിക്കോണം. ഇതാണ് ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ മടിയാണ് നമുക്കിതൊക്കെ. എന്നാൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. 27-ാം പൊതി കിട്ടിയിട്ടേ പോവുള്ളൂ. എത്ര വൈകാലും കുഴപ്പമില്ല. സമയമൊന്നും നോക്കുന്നില്ല. ക്ലോക്ക് എന്ന് പറയുന്ന സാധനത്തിലോട്ട് നോക്കുന്നില്ല, പൊതിയിലേക്ക് നോക്കുന്നത്. പൊതി എവിടെ നിന്നാണ് വിളമ്പുന്നത്? പുറകിൽ നിന്നാണെങ്കിൽ ഏറ്റവും പുറകിൽ പോയിരിക്കും. ഫ്രണ്ടിൽ നിന്ന് വിളമ്പുകയാണെങ്കിൽ ഫ്രണ്ട് അവല് സഫിൽ. ഇതുവരെ ഫ്രണ്ട് സഫിൽ മെമ്പറിൻ്റെ അടുത്ത് വരാത്ത ഹാജിയാർ ഫ്രണ്ട് സഫിൽ വിട്ടിട്ട് പുറകോട്ട് പോകുന്നില്ല, ഫ്രണ്ടിൽ വന്നിരിക്കുക. 50 രൂപയുടെ കാക്കയെ വെടിവെച്ച ബിരിയാണി ഉണ്ട്, അത് കിട്ടാൻ വേണ്ടി. അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ പറഞ്ഞതിനെതിരെ നമ്മുടെ ഈമാനെ ചോദ്യം ചെയ്യാൻ നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. നമുക്കിച്ചിരി പൊതിയോ ബിരിയാണിയോ എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടിയാൽ അത് മതി. നിസ്കാരം ഇതൊന്നും വലിയ കാര്യമല്ല, ഖലാസ്. റസൂലുള്ള അങ്ങനെയല്ല. വഖുറതു ഐനി ഫിസ്സലാ. നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഇനി എന്ന് വരും? ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الرميم ورمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فوق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് തന്റെ കാല് നീര് കെട്ടി വീർക്കുകയാണ്. രാത്രി നിസ്കരിച്ചിട്ടെ സുന്നത്ത് നിസ്കരിക്കാന്ന് ഓർക്കണം, ഫർള് ഖളാ വിട്ടല്ല. നമുക്കിവിടെ ഫർള് തന്നെ ഖളാ വിട്ടാൻ കിടക്കാണ്. നഊദു ബില്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലരെ ഫോൺ വിളിച്ച് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഫർള് കരിക്കാനുണ്ടെങ്കിൽ സുന്നത്ത് പിന്നെ എന്ത് ചെയ്യണ്ടേ, സുന്നത്ത് കരിക്കണോ എന്ന് ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക. എന്ന് പറഞ്ഞ് ഇതൊന്നും തീർന്നിട്ടില്ല, അത്ര കിടക്കുകയാണ് ഫർള് നിസ്കാരങ്ങൾ ഖളാ. ഇത് സുന്നത്ത് നിസ്കരിക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ ഇരുന്നല്ല,
സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാലും കൂലിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ റസൂലല്ലാഹ് നിന്ന് തന്നെ നിസ്കരിച്ചിട്ടോ കാല് നീര് കെട്ടുകയാണ്. ബീവറേജിന്റെ മുന്നിൽ നിന്നിട്ടല്ല കാല് നീര് കെട്ടുന്നത്, മനസ്സിലാക്കണം. നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ട് കാല് നീര് കെട്ടാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം, നിസ്സാര കാര്യമല്ല. സുബ്ഹാനല്ലാഹ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിച്ചില്ലേ, നബിയെ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലേ? റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, അഫലാ അകൂന അബ്ദാ ശകൂറാ, നന്ദിയുള്ള ഒരു ദാസനായി ഞാൻ മാറണ്ടേ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണിത് പറയുന്നത്? നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കാണിക്കുന്ന പരിപാടിയാണ്. 2 ദിവസം തുടർച്ചയായിട്ട് എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം റൊട്ടി ഉണ്ടെങ്കിൽ, ഒരു കഷ്ണം റൊട്ടി ഉണ്ടെങ്കിൽ അടുത്ത ദിവസം വെള്ളമാണ്. പിന്നത്തെ ദിവസം ഒരു കഷ്ണം റൊട്ടി ഉണ്ടെങ്കിൽ അതിനടുത്ത ദിവസം വെള്ളമാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട് പോയിക്കൊണ്ടിരുന്നത്. 2 ദിവസം തുടർച്ചയായിട്ട് വീട്ടിൽ അടുപ്പ് പുകഞ്ഞിരുന്നില്ല. നമ്മുടെയൊക്കെ വീട്ടുകളിലോ 3 നേരവും പുകയാണ്, ഫുള്ള് പുകയോടെ പുക. നല്ല ഫുഡ്, കുഴിമന്തിയും കിഴി പൊറോട്ടായും ഒക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് തന്നെ. അതാണ് ആളുകൾ. നല്ല ഫുഡ്, ഇഷ്ടം പോലെ ഫുഡാണ്. അള്ളാഹു നമുക്ക് നൽകിയ ബറക്കത്തൊക്കെ നിലനിർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് 3 നേരവും 5 നേരവും ഒക്കെ സുഭിക്ഷമായി കഴിച്ചിട്ടും നമ്മൾ നിസ്കാരത്തിന്റെ സമയം വരുമ്പോൾ പുറകോട്ട് വലിയാണ്. നമ്മളെന്ത് വിശ്വാസികളാണ്. റസൂലുള്ളാഹിക്ക് കുടുംബത്തിന്, റസൂലുള്ളാഹിയുടെ കുടുംബം പറയാൻ 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ നിബിധങ്ങൾ നിന്ന് നിസ്കരിക്കുന്നതിന് നിബിധങ്ങൾ പറഞ്ഞെന്താ? എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കണ്ടേ ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ നമ്മളൊക്കെ എത്ര നന്ദി പ്രകാശിപ്പിക്കണം. നമ്മളെങ്ങനെയായണം? വിഷമങ്ങളും പ്രയാസങ്ങളുമാണെന്ന് പറയുന്നവരെ വിഷമവും പ്രയാസവും തീരാനല്ലേ പള്ളിയിലേക്ക് പോകുന്നത്? ടെൻഷൻ തീരാൻ. ചില ടെൻഷൻ വരുമ്പോൾ എന്താ പറയുന്നത്? സാധ ടെൻഷൻ കൊണ്ടോ സാധ 5 പാക്കറ്റ് സിഗരറ്റ്, സിസർ ഫിൽട്ടർ, ഗോൾഡ് ഫ്ലാഗ് ഒക്കെ വലിച്ചു തീർക്കാൻ 5 പാക്കറ്റ്. അതിയാൽ എന്തിനാ ഇത്രയൊക്കെ വലിച്ചു? കൂമ്പ് പാടിപ്പോവും. ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ കൊണ്ട്. ടെൻഷൻ വന്നാൽ ഇത് വലിച്ചാൽ തീരുമെന്ന് ആരെങ്ങളോട് പറഞ്ഞു? ആരാ ഇത് പറഞ്ഞത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയില്ലയോ? സഹാബത്ത് പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസമഹു അംറൻ ഫസിയ ഇലൽ മസ്ജിദി വസല്ലാ റകഅതൈൻ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമവും പ്രയാസവും നേരിടുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി ചെയ്തിരുന്നത് നേരെ പള്ളിയിലേക്ക് പോയാണ്. പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നേരെ പോവുകയാണ് പള്ളിയിലേക്ക്. 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. വിഷമങ്ങളും ടെൻഷനും നാഥനായ റബ്ബിനോട്, പടച്ച റബ്ബിനോട് പറയുകയാണ്. എവിടെയാണ് തലമുറകൾ എത്തി നിൽക്കുന്നത്? കഞ്ചാവടിക്കുന്നവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ നല്ല കുടുംബത്തിൽ പറഞ്ഞവനല്ലേ? നിന്റെ വാപ്പ നല്ല നിസ്കാരമുള്ളതല്ലേ? നിന്റെ ഉമ്മ നല്ല ഇബാദത്തുള്ളതല്ലേ? നീ എന്തിനാണ് ഈ മോശമായ തലത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ, സിഗരറ്റും ബീഡിയും വലിക്കുന്നതാകുന്ന വക്താക്കളോട് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ടെൻഷൻ കൊണ്ടാണ് എന്നെങ്കിൽ പഠിച്ചു വെക്കണേ പെരുമാതുറയിലുള്ള സഹോദര, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ആദരവായ പ്രവാചകർ വിഷമവും പ്രയാസവും വരുമ്പോ നേരെ പള്ളിയിലേക്ക് പോയാൽ നിനക്ക് എത്രയോ മനോഹരമാകുന്ന പള്ളികൾ പരിസരങ്ങളിലുണ്ട്. ആ പള്ളിയുടെ ഉമ്മറപ്പടിയെത്തിയിട്ട് പോലും നിസ്കരിക്കാൻ കയറാതെ, ബാങ്ക് വിളിച്ചാൽ പോലും പള്ളിയുടെ അകത്തളത്തിൽ കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ, അതിനു മുമ്പും ശേഷവുമുള്ളതാകുന്ന റവാത്തിബുൽ സുന്നത്തുകളെ ശ്രദ്ധിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നതാകുന്ന സഹോദര, നീ എവിടേക്കാണ് പോകുന്നത്? ആരുടെ മുന്നിലാണ് സുജൂദ് ചെയ്തിട്ടുള്ളത്? അള്ളാന്റെ മുന്നിൽ വന്നുകൊണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ എന്തിനാണ് മുസ്ലിമേ നീ പുറകോട്ട് പായുന്നത്? അള്ളാന്റെ റസൂലിന്റെ പ്രവർത്തനമല്ലേ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? റസൂലുള്ള പള്ളിയിലെത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വിഷമങ്ങളും പ്രയാസങ്ങളും പറയുകയാണ്. നമ്മുടെ സങ്കടങ്ങൾ തീർക്കാൻ, നമ്മുടെ വിഷമങ്ങളും വ്യതകളും തീർക്കാൻ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയനായ പരിപാലകനാകുന്ന പടച്ച റബ്ബിന് സാധ്യമാണ്. വമാ
മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها كل في كتاب مبين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരഞ്ഞു വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനാ ആ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും നിസ്സാരമാണ്, നിസ്സാരമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നിന്റെ വിഷമങ്ങളും വ്യതകളും പറയാൻ നീ സമയം കണ്ടെത്തണേ. ഈ ദുനിയാവിൽ മോശമായ തരത്തിലേക്ക് പോകേണ്ടവനല്ല നീ.